അനീപ്പ എന്താ പരിപാടി? വീഡിയോക്ക് വേണ്ടിട്ടല്ലോ. വീഡിയോക്ക് വേണ്ടിട്ടല്ലോ. വീഡിയോക്ക് വേണ്ടിട്ടല്ല. അപ്പോ എല്ലാരോടും ഞങ്ങള് വീഡിയോക്ക് ഇട്ടിട്ട്, കാരണം കുഞ്ഞാപ്പൂന് പറ്റിയ കണ്ടന്റ് ഒന്നും ഇല്ല. കണ്ടന്റ് ഒക്കെ ഉണ്ട് വരുമ്പോ കുഞ്ഞാപ്പൂനിട്ട് വരാം. പിന്നെ വരേണ്ട ആള് സജീവമായിട്ട് വരും. ഓനുണ്ടോ? ആര് രംഗത്ത് ഇറങ്ങുന്നു. അതാരാണ്? പിന്നെ എല്ലാവർക്കും നമസ്കാരം പറയും. അല്ല നമസ്കാരം പറയും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ ഞാനിത് വീഡിയോക്ക് വേണ്ടി എടുത്തല്ല, ഞാൻ ഒറിജിനലായിട്ട് എടുത്താലേ കത്തിക്കാൻ വേണ്ടി എടുത്തത്. ആരും അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ എടുക്കണില്ലല്ലോ. അതല്ല പറയട്ടെ, ഇവര് ഞങ്ങളോട് പറഞ്ഞു ഓലൊക്കെ എടുത്തോളി പറഞ്ഞു, അതുകൊണ്ട് എടുക്കുകയാണ്. അല്ലാതെ ഒരാളും പൊരുത്തല്ലാത്ത മുതലല്ല എടുക്കുന്നത് പറഞ്ഞിട്ടാണ്. അവര് പറഞ്ഞെടുത്തോളി പറഞ്ഞപ്പോ ഞങ്ങള് കത്തിക്കാൻ വേണ്ടി എടുക്കുകയാണ്. പിന്നെ അവിടെ ഒന്നൊക്കെ ഇട്ടന്നെ കത്തിക്കല്, കുഞ്ഞാപ്പ് എടുക്കുന്ന മാതിരി തന്നെ അതൊന്നൊക്കെ ഇട്ടന്നെ കത്തിക്കല്. കത്തിക്കലെടുക്കട്ടെ. പിന്നെ കുഞ്ഞാപ്പൂവിന്റെ വീഡിയോ 2-3 ദിവസങ്ങൾ വിട്ടിട്ട് നല്ല നല്ല കണ്ടന്റ് കിട്ടുന്നില്ല. വെറുതെ വിട്ടിട്ട് ആൾക്കാർ കാണില്ല, വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ നോക്കാന്നാ പറയുന്നത് കേട്ടാ. വരും, തിരിച്ചു വരും. സ്ട്രോങ് ആയിട്ട് തന്നെ വരണം, വന്നിരിക്കും. അല്ലാതെ നമ്മള് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരാതിരിക്കാൻ പറ്റുമോ? അതെ, നമ്മള് കുഞ്ഞാപ്പിനെ മറക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങള് സജീവമായിട്ട്, കുഞ്ഞാപ്പ് മാത്രല്ല ആള് വേറെ ഉണ്ടാവും. നമുക്ക് സജീവമായിട്ട് വരും. കുഞ്ഞാപ്പിന്റെ അപ്പം എല്ലാവരും ഉണ്ടാവും. വാപ്പിയും മൂത്താപ്പിയും, വാപ്പില്ല കുഞ്ഞാപ്പിന്റെ അമ്മ വെച്ചു, മൂത്താപ്പായി അഭിനയിക്കുന്ന ആളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. പിന്നെ അന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിന് കുറച്ച് അപ്പുറത്തായിരുന്നു. അന്നിപ്പോ നമ്മള് പാടങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ ഞാറ് നടുന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷം നമ്മൾ ഇന്നാ എടുക്കണ് ഞാറ് നട്ട്. അതും കൂടി ഒന്ന് കാണിക്കാച്ചിട്ടായിരുന്നു അതില്ലേ. അന്ന് നമ്മൾ എടുക്കുമ്പോൾ ഞാറ് നടുകയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിക്കണ്. നാറ് നട്ട് ഞാറ് വലുതായി നെല്ലായതാല് ഇത് കൊയ്യും. പിന്നെ ഇതിട്ട് അടുത്തത് ഉണ്ടാക്കും. ആദ്യമൊക്കെ എള്ളായിരുന്നു, പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ വേലയും പൂരൊക്കെ ഒക്കെ പറഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടി പറയും. പറഞ്ഞോ, വരാതിരിക്കണ്ട. പിന്നെ കുറെ അങ്ങോട്ടൊക്കെ ഇവിടുന്ന് തല വരെ പാടങ്ങളാട്ടോ, നല്ല നല്ല കുളങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോകേണ്ട ഒരു ദിവസം പിന്നെ കാണിക്കാണ്ട് പോയിട്ട് അല്ലേ. അപ്പൊ നേരല്ല, ഓന് ഈ സമയത്താ വന്നിക്കണത്. 4:05 എനിക്കിപ്പോഴാണ് ഒഴിവായത്. എനിക്ക് ഒഴിവന്ന ഏതായാലും ഇതിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും കളയാൻ വിചാരിക്കുമല്ലോ. കളി നമ്മൾ നുണ പറയണ്ട. കിട്ടണ കളയാതിരിക്കാൻ പറ്റുമോ? അല്ലെ, കളയോ ആരും കളയോ വരുമാനം കിട്ടണത്? പിന്നെന്താണ്? ഇത്ര മാത്രമല്ലേ സമയക്കായ? 5 മിനിറ്റ് ആയ? 5 മിനിറ്റ് ആയ? ഇല്ല, 2 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ടില്ല. അത് മിനിറ്റ് തേക്കണം, അങ്ങനെ സംഗതി കൂടി ഉണ്ട്. അപ്പൊ 4-5 മിനിറ്റ് ഒക്കെ വേണം. അപ്പൊ മക്കളെ നമ്മള് 2-3 ഓല കൂടി എടുക്കട്ടെ. ഞാൻ എന്തായാലും ഓല എടുത്ത് കൊണ്ടുപോകുമ്പോ ഉണങ്ങിക്കണ്. ഇത് പോന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇന്റെ മാത്രല്ല, എല്ലാരും ഇവിടെ കുറെ വീടുണ്ട്. അധികമൊന്നുമില്ല, എന്നാലും ഇപ്പൊ അത് ശരി. അതൊക്കെ എടുക്കന്നെ കത്തിക്കണ്ടേ. ഇവിടെ വലിയ പാമ്പുണ്ടാകുന്നുണ്ട്. ഓർമ്മ വന്നു. ഞാന് ഇങ്ങോട്ട് പറയാം, ഞാന് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഓട്ടയിൽ പോയിട്ട് ഇങ്ങനെ തപ്പിയതാണ്. ഒരു സാധനം ഓട്ടയിൽ പോയിട്ട് തപ്പിയ മീൻ പിടിക്കാന് കണ്ണുണ്ടായിരുന്നല്ലോ, തവളയാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു സാധനം പൊന്തിട്ട് എന്താണ് തല വെള്ളത്തിൽ കാട്ടുന്നില്ല, പൊന്തി മണ്ട് തന്നെ മൂർഖനാവും. അപ്പൊ എല്ലാരും പറഞ്ഞു പാമ്പാണ്. പാമ്പ് തല വെള്ളത്തിലാക്കൂല, മൂർക്കൊലിയൊക്കെ ആക്കുക പറഞ്ഞു. എന്തൊരു ഭാഗ്യത്തിന് കഴിച്ചില്ല. വേണ്ടിട്ട് പാമ്പിനെ കടിയും കൊണ്ട് മരിച്ചു. കണ്ണനാച്ചിട്ട് പിടിച്ചിരുന്നല്ലേ. പെട്ടെന്ന് പിടിക്കൂല, എല്ലാവർക്കും ഉള്ളതാണ്. എന്നാലും കണ്ടറിഞ്ഞിട്ട് നമ്മള് വിധി പോലെ നടക്കുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഇത്രേ ഉള്ളൂ അല്ലേ? വേറെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, അത്ര തന്നെ. എന്നാ വീഡിയോ നിർത്തട്ടെ. എന്നാ വീഡിയോ നിർത്തിക്കോ, ഞാൻ വെറുതെ ഉണ്ടാവട്ടെ. കുഞ്ഞാപ്പിനായിട്ട് വരൂട്ടാ, മറക്കണ്ട. കുഞ്ഞാപ്പിനെ നിങ്ങൾ ആരും മറക്കരുത്. നമ്മളെ മറന്നാലും കുഞ്ഞാപ്പിനെ മറക്കരുത്.